ഇന്നത്തെ റെസിപ്പി വെള്ളയപ്പം. അതിന് ഒരു ഗ്ലാസ് പച്ചരി 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി ഊറ്റി ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് എടുക്കുക. ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അരി അളക്കുന്ന ഗ്ലാസ് 300 ml ഗ്ലാസ്സാണ്. അതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ ചിരകിയത്. തേങ്ങ അരക്കേണ്ട സമയത്ത് പൊട്ടിച്ച് ചിരകിയതാണ് നല്ലത്, തേങ്ങാപ്പാലോട് കൂടിയ തേങ്ങ. കുറച്ച് ചോറ്, ഇത് ഒരു കൈപ്പിടി ചോറുണ്ടാവും, ഏകദേശം ഒരു 1/4 കപ്പ് അരക്കപ്പിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും. 1/4 സ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് വെള്ളം. നല്ല ഫ്രഷ് വീട്ടിലെ തേങ്ങയാണെങ്കിൽ തേങ്ങയുടെ വെള്ളം എടുക്കാം. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തേങ്ങയുടെ വെള്ളം അത്ര നല്ലില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഇതിൻ്റെ ലെവലിന് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി അരച്ചെടുക്കാം. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ കട്ടി ഏകദേശം ഇത്രയും ഉണ്ടാവും. ഇതിൽ ഞാൻ ഇനി ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. വേണമെങ്കിൽ മിക്സി ജാറ് കഴുകിയ വെള്ളം 2-3 സ്പൂൺ ചേർക്കാം. ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇപ്പോൾ ഇടാം, ബാക്കി ചുടുന്ന സമയത്ത് ഇടാം. ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം. വെള്ളയപ്പത്തിൻ്റെ മാവ് റെഡിയാണ്. ഇനി ഇത് പൊങ്ങാൻ വേണ്ടി അടച്ചു വെക്കാം. ഒരു 8-9 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വരും. നല്ല ചൂട് കാലാവസ്ഥയാണെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് പൊന്തി വരും, ഇല്ലെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. വെള്ളയപ്പത്തിന് അരച്ചു വെച്ച മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് 7 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ പൊങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. 3 സ്പൂണും കൂടെ പഞ്ചസാര ഇടാം. നേരത്തെ 3 സ്പൂൺ പഞ്ചസാര ഇട്ടിരുന്നു. ഇത് ഇളം മധുരം ഉണ്ടാവും. അധികം മധുരം വേണ്ടുന്നവർ കുറച്ച് അധികം ഇടാം, ഇല്ലെങ്കിൽ വേണ്ടെങ്കിൽ കുറക്കാം. ഇനി ഇത് നല്ലോണം മടക്കാം. ഇനി ഒരു വെള്ളയപ്പത്തിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ വരട്ടാം. ഞാൻ ഇരുമ്പിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് ആണെങ്കിലും കുറച്ച് എണ്ണ വരട്ടുന്നത് നല്ലതായിരിക്കും. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഇതിൽ നിന്ന് മാവ് കോരി ഒഴിക്കുക. കുറച്ചധികം മാവ് ഒഴിക്കുക. ഇനി ഇത് ഇങ്ങനെ വട്ടത്തിൽ കറക്കി കൊടുക്കാം. ഇത് അടച്ചു വെച്ച് തീ കുറച്ച് വേവിക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എടുക്കാം. ഇതിൻ്റെ നടുക്ക് കുറച്ചധികം മാവ് ഉണ്ടാവും. ആ നടുക്കത്തെ മാവ് വേവുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. വീണ്ടും എണ്ണ വരട്ടി എല്ലാ മാവും ഇതുപോലെ ചുട്ടെടുക്കാം. വെള്ളയപ്പം റെഡിയാണ്. താങ്ക് യു.